കേൾക്കട്ടെ കൺകുളിർക്കെ കനിവല വിളയും തൃക്കടാക്ഷങ്ങൾ ഉണ്ണിക്കണ്ണാ മന്ദഹാസ പ്രചുരിമ ചൊരിയും ചെഞ്ചൊടിത്താരുമെന്നും കേൾക്കട്ടെ കാതുരണ്ടും തവ മൃദുമുരളീഗാനനാദാമൃതം ഞാൻ തീർക്കട്ടെ തമ്പുരാനെ ഇരുവരു ചരിത ശ്രീയും പദ്യഹാസ്യം. പ്രദ്യുമ്നകുമാരന്റെ ജൈത്രയാത്രയാണ് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് അത് കഴിഞ്ഞു യാഗം ഗംഭീരമായിട്ട് സമാപിച്ചു. വേണ്ട പോലെ എല്ലാവർക്കും വാരിക്കോരി കൊടുത്തു അദ്ദേഹം. എന്നിട്ടും ബാക്കി ഒരുപാട് ധനം ബാക്കിയായി എന്ന് പറയുന്നു. ഇനിയിപ്പോ എന്താ പറയുന്നത്, ബലഭദ്രന്റെ കാര്യത്തിലേക്കാണ് ഇപ്പം കടന്നിട്ടുള്ളത്. ദുര്യോധനായ ദുര്യോധനി തന്റെ ഗുരുവല്ലേ ബലഭദ്രസ്വാമി, അദ്ദേഹത്തിന്റെ കഥ, അദ്ദേഹത്തിന് എന്തേ കുട്ടികളില്ലാതിരുന്നൊക്കെ കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് അത് പറഞ്ഞു കൊടുത്തതായിട്ട് നമ്മുടെ ശ്രീനാരദ മഹർഷി മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം. അപ്പൊ ദുര്യോധനൻ പറഞ്ഞോളൂ, ഹേ മുനീന്ദ്ര, ഞാൻ മുമ്പ് തന്നെ സംഘർഷണന്റെ ഭക്തനാണ്. ഇപ്പോഴായിട്ടല്ല, മുമ്പേ അറിയാം. അതിനാൽ സംഘർഷൻ വ്രജത്തിൽ അവതരിച്ച കഥ എന്നെ വിസ്തരിച്ച് കൽപ്പിക്കുക. ഇപ്പൊ ഇവിടെ അവതരിച്ചത് ഇതിന് ശേഷമല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഭക്തനായത് പണ്ടേ ഞാൻ സംഘർഷണന്റെ ഭക്തനാണ് എന്ന് പറയുന്നു. ദുര്യോധനൻ ദേവകീപുത്രനെ അവതരിച്ച് എന്തിനാണ് പിന്നെ വ്രജത്തിലേക്ക് പോയത് അതെനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. വ്രജവാസികളത് അറിയാതെ കഴിഞ്ഞത് എങ്ങനെ? പ്രാഡ്വിഭാഗൻ പറഞ്ഞു. പ്രാഡ്വിഭാഗൻ എന്ന മഹർഷിയാണ് പറഞ്ഞു നോക്കുന്നത്. ഹേ രാജൻ, ഒരിക്കൽ മധുരയിൽ ഉഗ്രസേന ജ്യേഷ്ഠനായ ദേവകൻ തന്റെ പുത്രി ദേവകിയെ വസുദേവന് വിവാഹം ചെയ്തു കൊടുത്തു. വധൂവന്മാർ വസുദേവഗൃഹത്തിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ ഉഗ്രസേന പുത്രനായ കംസൻ തേര് തെളിച്ചു. ദേവകിയാരി ഉഗ്രസേനന്റെ അനുജന്റെ മകളാണ്, ദേവകന്റെ മകളാണ്. അതാണ് ദേവകി എന്ന പേര്. ദേവകിനെ വിളിക്കുന്നത് ശരിക്കും ദേവകിയുടെ പേര് അങ്ങനെയല്ല, പൃഥ എന്നാണ് പേര്. വധൂവന്മാർ ഗൃഹത്തിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ ഉഗ്രസേനപുത്രനായ കംസൻ തേര് തെളിച്ചു എന്ന് പറഞ്ഞല്ലോ. കുറച്ചു ദൂരം പോയപ്പോൾ ഒരു അശരീരി ഉണ്ടായി. എന്താ അത് അശരീരി? ഹേ കംസ, ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ കൊല്ലുന്നതാണ് എന്നുള്ളൊരു അശരീരി കേൾക്കണ്ടായി. ഈ അശരീരി കേട്ട കംസനൻ ദേഷ്യം വന്ന് അതുവരെ ഉണ്ടായ സ്നേഹമൊക്കെ പോയി. ദേഷ്യം വന്ന് വറച്ച് ദേവകിയെ വധിക്കാൻ വാളെടുത്ത് തലമുടിയൊക്കെ ചുറ്റിപ്പൊടിച്ച് തേരുന്ന് താഴെ ഇറക്കി വെട്ടും എന്നുള്ള, ഇവളുണ്ടായെങ്കിൽ ഇവൾ 8ാമത്തെ പുത്രൻ ഉണ്ടാവുള്ളൂ, ഇവളിപ്പൊ കൊന്നിട്ട് കാര്യം എന്നാണ് അസുര സ്വഭാവികൾക്ക് മുൻപിൻ ചിന്ത ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞു, വസുദേവരെ, തനിക്ക് ദേവകിയിലുണ്ടാവുന്ന എല്ലാ പുത്രന്മാരെയും കംസന് അങ്ങേക്ക് ഞാൻ സമർപ്പിച്ചുകൊള്ളാം. സ്വന്തം സഹോദരി, അതും ഈ ഒരു ശുഭമുഹൂർത്തത്തിൽ വെച്ചിട്ട് വധിക്കല്ലേ, അങ്ങയുടെ പേര് ദോഷല്ലേ, അങ്ങേക്ക് നല്ല പറഞ്ഞു അങ്ങ് വർണ്ണിച്ചു ഈ വസുദേവര്. അങ്ങനെ അപേക്ഷിച്ചത് കൊണ്ട് കംസൻ, വസുദേവര് പിന്നെ സത്യമൂർത്തി, സത്യം പരിപാലിക്കുന്ന ആളാണ്. പറഞ്ഞ അതെന്തായാലും പാലിക്കാണ്ട് പോല, അതുകൊണ്ട് വിശ്വാസം തന്നു അർത്ഥം. അങ്ങനെ അപേക്ഷിച്ചത് കൊണ്ട് കംസൻ തൽക്കാലം അടങ്ങി. വസുദേവനെയും ദേവകിയെയും കാരാഗ്രഹത്തിൽ അടക്കുകയും ചെയ്തു. പോരെ, ദേവകിക്കുണ്ടായ ആദ്യത്തെ പുത്രനെ വസുദേവൻ കംസന് സമർപ്പിച്ചു. വസുദേവൻ സത്യവാദിയാണെന്ന് അറിഞ്ഞ് കംസൻ എന്ത് ചെയ്തു? നീ കൊണ്ടുപോയിക്കോ, എനിക്ക് ആദ്യമായിട്ടുണ്ടായ മരുമകനല്ലേ, എന്നെ അമ്മാമാന്ന് വിളിക്കേണ്ട ആളല്ലേ, അതുകൊണ്ട് കൊണ്ടുപോയിക്കോന്നൊരു രത്നമാലയിൽ ഒരു കുട്ടിക്ക് സമ്മാനം കൊടുത്തു. അങ്ങനെ പറഞ്ഞയച്ചു. പക്ഷെ വസുദേവർക്ക് ദുഷ്ടന്മാരുടെ വാക്കിന് വലിയൊരു പ്രാധാന്യമൊന്നും കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ വസുദേവർക്ക് വലിയൊരു സന്തോഷമൊന്നും ഉണ്ടായില്ല. തിരിച്ചുകൊണ്ടും ദേവയ്ക്ക് കൊടുത്തു. 8ാമത്തെ പുത്രനെ മാത്രം തനിക്ക് ഏൽപ്പിക്കണം കേട്ടോ, അത് എന്തായാലും നിർബന്ധമാണെന്നൊക്കെ കംസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൊടുത്തു. അതിനിടയിൽ എന്തൊരു സംഭവം ഉണ്ടായി. നാരദ മഹർഷി ഒരിക്കൽ കംസന്റെ സമീപം എത്തി. ദേവകിയുടെ പുത്രന്മാരെ വധിക്കാതെ വിട്ടത് നന്നായില്ല. ദേവന്മാരുടെ കണക്കൊന്നും നമുക്ക് മനസ്സിലാവാത്തതാണ്. ഇങ്ങനെ തിരിച്ചു വെച്ചാൽ ഇതിട്ട്, അങ്ങോട്ടെണ്ണിയാൽ അതിട്ട്, ഇങ്ങോട്ടെണ്ണ ഇതിട്ട്, ഏതായി ഇട്ടെന്നൊന്നും ദേവന്മാരുടെ കാര്യത്തിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു വെഡിത്താണ് ചെയ്തത് എന്നൊക്കെ ശ്രീനാരദ മഹർഷി പറഞ്ഞു. എന്തിനു പറയുന്നത്? വേഗം ഭൂമിയുടെ ഭാരം തീർക്കണം, അത് തന്നെ. അങ്ങനെ സംഖ്യകളുടെ ഗതി മേലോട്ടോ കീഴോട്ടോ ഒന്നും നമുക്ക് പറയാനാവൂല.
എന്നൊക്കെ പറഞ്ഞ് കംസനെ ഉത്ബോധനം ചെയ്ത് ബോധിപ്പിച്ചു. നാരദവാക്യം കേട്ട് ദേവിയുടെ എല്ലാ പുത്രന്മാരെയും കംസൻ കൊന്നുകളഞ്ഞു. യദുക്കള് കംസഭയം കൊണ്ട് നാട് വിട്ടുപോയി. വസുദേവൻ തന്റെ പത്നിയായ രോഹിണിയെ സുഹൃത്തായ നന്ദഗോപന്റെ ഗൃഹത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ഈ അനന്തമൂർത്തി ശ്രീകൃഷ്ണന്റെ ഭഗവാന്റെ ആ അനുജ്ഞ കൊണ്ട്, ഭഗവാൻ പറഞ്ഞ പിന്നെ ആയിരിക്കും പാലിക്കാതിരിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്തു, ദേവയുടെ ഗർഭത്തിൽ ഉദിച്ചു അനന്തമൂർത്തി. അപ്പൊ യോഗമായതിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേവകിയുടെ വയറ്റിലുള്ള ഗർഭം എടുത്തിട്ട് രോഹിണിയുടെ വയറ്റിൽ കൊണ്ടാക്കണം, എന്നിട്ട് യശോദാപുത്രിയായിട്ട് നീ അവിടെ ജനിക്കണം, പിന്നെ ഞാൻ ദേവകിയുടെ മകനായിട്ടും ജനിക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ വിഷ്ണുമായ, അതായത് ഭഗവാന്റെ സഹോദരി, എല്ലാം വേണ്ട പോലെ ചെയ്തു. അതാണ് ആദ്യത്തെ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയും ചില ആചാര്യന്മാര്. അങ്ങനെ ഇവിടുന്നിട്ട് അവിടെ കൊണ്ടാക്കൽ ഇന്നത്തെ ഗൈനക്കോളജിസ്റ്റിനും പറ്റൂല. അപ്പൊ നന്ദഗൃഹത്ത് ദേവകിയുടെ രോഹിണിയുടെ ഗർഭത്തിലാക്കിയല്ലോ. ദേവകിയുടെ 8ാമത്തെ ഗർഭം മനസ്സിപ്പോയി, 7ാമത്തതാ അല്ലെ. അന്ന് സന്തോഷവും സന്താപങ്ങളും ഒരുമിച്ചുളവാക്കി. രോഹിണി ഗർഭിണിയായ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഭാദ്രപദത്തിലെ ചോദ്യനാള് വെളുത്ത ഷഷ്ടി ദിവസം ബുധനാഴ്ച ഉച്ച സമയത്ത് പഞ്ചഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ തുലാരഗ്നത്തിൽ വസുദേവ പത്നിയിൽ ഭഗവാൻ അനന്തൻ തിരുവവതാരം ചെയ്തു. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കിൽ അച്യുതൻ അയോധ്യയിൽ ഉണ്ടായത് മാതിരി. അപ്പൊ ദേവകൾ സന്തുഷ്ടരായി പുഷ്പവൃഷ്ടി ചെയ്തു. മേഘങ്ങൾ നനുത്ത മഴ പെയ്യിച്ചു. നന്ദഗൃഹം പ്രകാശമാനമായി. നന്ദൻ ശിശുവിന്റെ ജാതകർമ്മം ചെയ്തു. അപ്പോഴോ ഗോപാലന്മാർ പിന്നെ എന്ത് ചെയ്തു, അവര് പാട്ടുപാടി ഉത്സവം ആഘോഷിച്ചു. ഒരു കുട്ടി ഉണ്ടായിരുന്നു, നന്ദഗോപർക്ക് അല്ലെങ്കിലും അവിടെയല്ലേ ഉണ്ടായത്. അനന്തരം ദേവകിയിൽ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ, ആ പൊന്നതമ്പുരാൻ അവതരിച്ചു. കംസന്റെ കാരാഗ്രഹത്തിൽ ജനിച്ച ആ കുട്ടിയെ വസുദേവർ ഭഗവാന്റെ ആജ്ഞ കൊണ്ട് തന്നെ, ഭഗവാൻ ചതുർബാഹുവായിട്ടാണ് ഇവരുടെ മുമ്പിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോ ഒരു ശിശുവായിട്ട് കിടക്കാം, എന്നെ കൊണ്ടുപോയി നന്ദഗൃഹത്തിലാക്കണം, അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നും പറഞ്ഞിട്ട് ഈ കെട്ടി ചങ്ങലെല്ലാം താനെ അഴിഞ്ഞു. അപ്പോഴതിനു മുമ്പേ എന്താ, ദേവകിക്കും വസുദേവർക്കും തമ്മിൽ കാണാനുള്ള ഭാഗ്യം മാത്രമേ ഉള്ളൂ. പരസ്പരം ഒന്ന് വിരൽ കൊണ്ടിരുന്ന് തൊടാൻ വരെ പറ്റാത്ത രീതിയിലാണ് കംസൻ ബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കാണുന്നൊന്നുമില്ല. ഒരു ദിവസം വസുദേവർ തന്നെ മന്ദഹാസം പൊഴിക്കുമ്പം ദേവകി ചോദിച്ചു, എന്താ അങ്ങേക്ക് ഇത്രയധികം സന്തോഷം? ഈ കെട്ടില് വീണ് ഈ കാരാഗ്രഹത്തില് ഈ ബന്ധനത്തിൽ ഇരിക്കുമ്പോഴും അങ്ങക്ക് എന്താ ഇത്ര സന്തോഷം എന്ന് ചോദിച്ചു. ഞാൻ കണ്ടു ദേവകി. ആരെ? നമ്മുടെ രക്ഷിതാവിനെ ഞാൻ കണ്ടു. നമ്മളെ രക്ഷിക്കുന്ന ആളില്ലേ നമ്മുടെ രക്ഷിതാവ്, അദ്ദേഹത്തിന് ഞാൻ കണ്ടു. അപ്പം അങ്ങ് കണ്ടു സന്തോഷിക്കുന്നു, ഞാനും സന്തോഷിച്ചോട്ടെ, ഒന്ന് ആ രൂപം എനിക്കും പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ വസുദേവര് ഭഗവാന്റെ കേശാദിപാത വർണ്ണന ഉണ്ടായി അവിടെ. ആ കേശാദിപാത വർണ്ണന നടക്കുന്ന രംഗം. അപ്പൊ ഓരോരു അവയവം വർണ്ണിക്കുമ്പോഴും ഭഗവാൻ ദേവകിയുടെ ചെവിയിലൂടെ, ദേവകിയുടെ ഹൃദയത്തിലൂടെ, ദേവകിയുടെ ഉദരത്തിലേക്കങ്ങ് കേറിയെന്നാ പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ പൊന്നുതമ്പുരാന്റെ തിരുവവതാരം എന്ന് പറയാം. 2 ശരീരങ്ങൾ യോജിച്ചിട്ടൊന്നും അല്ല ഈ ഭഗവാൻ ഉണ്ടായത്. അങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയി തൊട്ടിലിൽ കിടത്തിയിട്ട് കൊണ്ടുപോയി യമുനാ നദി കിടന്ന് അപ്പൊ യമുനാ നദിയെല്ലാം വഴി ഇങ്ങനെ വിട്ടുകൊടുത്തു. മഴയും വെട്ടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു, ചിങ്ങമാസാണെങ്കിലും കൂടി. എല്ലാവരും നിദ്രയിൽ ലയിച്ചു കിടക്കുന്ന സമയത്ത് അവരും യോഗമായയുടെ ശക്തി കൊണ്ട് എല്ലാവരും ഉറങ്ങി. അങ്ങനെ യശോദാതൽപ്പത്തില് ഈ നീലരത്നത്തിനെ വെച്ച് ആ ചെന്തൊണ്ടിപ്പഴം പോലുള്ള ആ പെൺകുട്ടിയെ എടുത്ത് നന്ദഗോപൻ വസുദേവര് അതുപോലെ വന്നു മധുരയിലേക്ക് വന്നു. എല്ലാരും ഉറങ്ങിയായിരുന്നു, കംസവൃത്തന്മാരെ പൂർത്തമ്പിച്ച് ഉറങ്ങിയായിരുന്നു. ആ സമയത്ത് ഓരോരു വാതിലായി തനിയെ അടയുണ്ടായി. അവിടുന്ന് ഈ കാരാഗ്രഹത്തിൽ കയറിയ സമയത്ത്, കുട്ടീനെ അവിടെ കടത്തിയ സമയത്ത് വീണ്ടും കാലിനും കൈക്കും ചങ്ങലയും വീണു, മുമ്പുണ്ടായിരുന്ന പോലെ. അപ്പൊ കുഞ്ഞിനെ കടത്തിയ സമയത്ത് ജയിലിൽ നിന്നും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അപ്പൊ ഈ പെൺകുട്ടി ഭഗവാൻ വേണ്ടിയിട്ട് ശ്വാസം കഴിച്ചിട്ടാ ഭഗവാൻ ഈ അറിയിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഈ വിഷ്ണുമായയുടെ
ഏതാ ജഗദംബിക. ജഗദംബിക അട്ടഹാസം കൊടുത്ത പോലെ കരഞ്ഞു. എല്ലാവരും ഞെട്ടി എഴുന്നേറ്റു. ഇവരുണ്ടല്ലോ ഈ കാവൽപ്പട്ടികൾ കംസന്റെ, അവരൊക്കെ ഓടിപ്പോയി കംസനോട് പറഞ്ഞു, മഹാരാജാവേ ദേവകി പ്രസവിച്ചു, കരച്ചില് കേട്ടു എന്ന് പറഞ്ഞു. ഇപ്പൊ രാത്രിക്കല്ലേ, അർദ്ധരാത്രിക്ക്. ഇയാള് അരയിലെ വസ്ത്രം ഉണ്ടോന്നും നോക്കിയില്ല, തലയിൽ കിരീടമുണ്ടോന്നും നോക്കിയില്ല, ഒന്നും നോക്കാണ്ട് ഇങ്ങനെ ചാടി പടച്ച് ഒരു വാളെടുത്തിട്ട് ഓടിക്കൊണ്ട് വന്നു. അങ്ങനെ പേടിച്ചു പറിച്ചിട്ടല്ലേ ഇല്ലത് കംസൻ. എടുത്തുകെന്ന് പറയുന്ന കംസന്റെ നാട്ടില് പിന്നെ പറ്റാണ്ടായിന് കുറെ കാലം. ആ കന്യകയെ പെൺകുട്ടീനെ കാല പിടിച്ചിട്ട് അന്നേരം പറഞ്ഞു, ദേവകി ഏട്ടാ ഇതൊരു പെൺകുട്ടിയല്ലേ, ഇതിനെ കൊണ്ടാട്ടിന് ഒരു ദ്രോഹം ഉണ്ടാവില്ല ഏട്ടാ, ഇതിനെ കൊല്ലല്ലേ, ഇതിനെങ്കിലും എനിക്ക് താന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു നോക്കി, കേട്ടില്ല. പാറക്കടിച്ചു ഹതി ചെയ്യുവതിന്നു കംസൻ പാദം പിടിച്ച സമയം, തവ വിശ്വരൂപം പാരാതെ കാട്ടുവതിനിന്നവനിൽ കനിഞ്ഞ കാർവർണ്ണദേവകാരേ തുണയായിടേണം. ആ കാർവർണ്ണന്റെ സഹജയായ പെൺകുട്ടി ആകാശത്തിൽ ഒരൊറ്റ കാലിങ്ങനെ പൊട്ടിച്ചടിക്കാൻ വഴുക്കി മേലോട്ട് പോയി. മേലോട്ട് ഇയാളിങ്ങനെ അന്തം വിട്ട് നോക്കുന്ന സമയത്ത് 8 തൃക്കൈകളും എല്ലാ കൈകളിലും ആയുധങ്ങളോടുകൂടി നല്ല പട്ട് ചേരയെല്ലാം കൊടുത്തൊരു ആ ഒരു ഭാവം ദേവിയിലെ അങ്ങനെ കണ്ടന്നേരം പറഞ്ഞു, എന്നെ നീ കൊല്ലാനാണെങ്കിലും നീ എന്റെ പാദം പിടിച്ചു, അടിപ്പതിനെങ്കിലും എന്റെ പാദം പിടിച്ചു നീ എന്നത് നിർവിവാദം, അതിന് വേറെ അഭിപ്രായ വ്യത്യാസമില്ല. നീ എന്റെ പാദം പിടിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല, നിന്നെ കൊല്ലേണ്ട ആള് ഭൂമിയിൽ എനിക്കിട്ടുണ്ട്, കഴിയുമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് ദേവി ആകാശത്തേക്ക് മറിഞ്ഞുപോയി. ആ ദേവി ഭഗവാൻ പറഞ്ഞതുപോലെ ഭൂമിയിൽ 108 ശിവാലയങ്ങളിൽ ആയിട്ട് ആ 108 പേരിലും ദേവി ഇന്നും വഴങ്ങുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. പറഞ്ഞു, ഹേ ദുഷ്ട ദുരാചാര, നിന്റെ പൂർവശത്രു എവിടെയോ ജനിച്ചിട്ടുണ്ട് കേട്ടോ, പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോ, സ്ത്രീകളോടല്ല നിന്റെ പരാക്രമം വേണ്ടത്. നീ ദേവകി വസുദേവന്മാരെ വളരെ കഷ്ടപ്പെടുത്തി നിന്റെ ശത്രുവിനെ തിരഞ്ഞുകൊള്ളുക എന്നും പറഞ്ഞിട്ടാണ് വിദ്യാജലത്തിലേക്ക് പോയത്. ഇത് കേട്ട കംസൻ അത്യന്തം വിസ്മിതനായി. ഇതെന്തൊരു അത്ഭുതം, ഒക്കെ അത്ഭുതം തന്നെ. അത്ഭുതം ബാലകം അമ്പുജേക്ഷണം. ആ സമയത്ത് തുടങ്ങിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ദേവകി വസുദേവന്മാരെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. പൂതനാദി രാക്ഷസ വൃന്ദത്തെ വിളിച്ച് അടുത്തിടക്ക് എവിടെയെങ്കിലും കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ എണ്ണത്തിനെയും കൊല്ലണമെന്ന് കൽപ്പനയും കൊടുത്തു. കംസന്റെ ആജ്ഞപ്രകാരം രാക്ഷസൻ അനേക രാക്ഷസി ആദ്യവളല്ലേ വന്നത്, ആര്, പൂതന. അങ്ങനെ നന്ദഗോപർ പുത്രോദയത്തിൽ അത്യന്തം ആഹ്ലാദിച്ചു. ഗോകുലത്തിലുള്ള ഗോപന്മാർ മുഴുവൻ നന്ദഗോപനെ അഭിനന്ദിച്ചു. ഒരു കുട്ടി ഉണ്ടായാലോ, പ്രായമൊക്കെ വൈകിട്ടുണ്ട്, എന്നാലും യശോദാസുതനും ഈശ്വരാവതാരമാണെന്ന് വ്രജവാസികൾ അറിഞ്ഞതേയില്ല. രോഹിണീസുതനും യശോദാസുതൻ രണ്ടും ഈശ്വരന്മാരാണെന്ന് ഇവർക്ക് അറിഞ്ഞില്ല. അങ്ങനെ ആരെ വിളിച്ചത്, ഗർഗ മഹർഷി, അവരുടെ കുലഗുരു ആചാര്യൻ, അദ്ദേഹമാണ് പേര് വിളിക്കേണ്ടത്. അങ്ങനെ രാമെന്നും കൃഷ്ണനും നാമകരണം ചെയ്തു. ആലിൽ തൊഴുത്തിൽ കൊണ്ടുപോയിട്ടാണ്, അത്രയും രഹസ്യമായിട്ട് ചെയ്യണമെന്ന് ചോദിച്ചത്. പക്ഷെ ഓരോരാൾ പറഞ്ഞ് എല്ലാവരും അറിഞ്ഞിട്ടും അഹമികയാ, ഞാൻ മുമ്പേ എന്നുള്ള ഭാവത്തിൽ എല്ലാവരും ഇവിടെ എത്തി എന്നാ പറയുന്നത് ഈ നാമകരണത്തിന്റെ സ്ഥലത്ത്. പിന്നെ അവരിങ്ങനെ ബാലലീലകളാടി വ്രജവാസികളുടെ ആനന്ദം വർദ്ധിപ്പിച്ചു. ഹേ കൗരവേന്ദ്ര, ഇനി എന്താണ് അങ്ങക്ക് കേൾക്കേണ്ടെന്ന് പ്രാഡ്വിഭാഗ മഹർഷി ചോദിക്കുന്നു. ആരോട്? ദുര്യോധനനോട്. ഗുരുരാജാവായ ദുര്യോധനൻ തന്റെ ഗുരുവായ പ്രാഡ്വിഭാഗ മഹർഷിയോട് പറഞ്ഞു, ഹേ മഹാത്മൻ, വ്രജത്തിലും മധുരയിലും ദ്വാരകയിലും ഭഗവാൻ സംഘർഷണം ചെയ്ത മറ്റേയാളെ പേരേ വിനി കേക്കണ്ട, ഭഗവാന്റെ പേരേ കേക്കണ്ട, ഈ സംഘർഷന്റെ പേരേ കേക്കണ്ടോ. ചെയ്ത ലീലകൾ അങ്ങയുടെ മുഖത്തു നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രഭു. പ്രാഡ്വിഭാഗം പറഞ്ഞു, ലീലകളെ ഞാൻ ഏറ്റവും ചുരുക്കി പറയാട്ടോ, ഒരുപാട് പരത്തി പറയാൻ ഇപ്പൊ എനിക്ക് സമയമില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം. ജാതമാത്രനായ സമയത്ത് തന്നെ പുത്രഭൂതനാമോക്ഷം, പിന്നീട് ശകടാസുരവധം, പിന്നീട് തൃണാവർത്തവധം, പിന്നീട് എന്ത് ചെയ്തു, ദുശ്വരൂപദർശനം, ദധിചോരണം, രമണാർജുന ഭഞ്ജനം, ദുർവാസാവിന് മായാദർശനം, ബ്രഹ്മാവ് ചെയ്ത രാധാകൃഷ്ണന്മാരുടെ വിവാഹം, തുടർന്നുള്ള രാസക്രീഡ എന്നിവയും ഉണ്ടായി എന്ന് പറഞ്ഞു. അതൊന്നും ഇയാൾക്ക് കേൾക്കണ്ട. പിന്നീട് വൃന്ദാവന പ്രവേശം, അവിടെ വത്സാസുര ബകാസുരവധം, ഗോചാരണം എന്നീ ലീലകളും, ബലരാമന്റെ ധേനുകാസുരവധം, ശ്രീകൃഷ്ണന്റെ കാളിയമർദ്ദനം, ഗാവാഗ്നിപാനം, രാധാദേവിയുടെ പ്രേമ പരീക്ഷണം, അതുപോലെ വൃന്ദാവന ലീലകൾ എന്തൊക്കെ ഒന്നും പറയണ്ട, അങ്ങനെ എന്തൊക്കെയോ. ശംഖചൂഡവധം, ശിവാസു
ശിവാസൂരികൾക്കുണ്ടായ അനുഗ്രഹം മുതലായവയും ഉണ്ടായി എന്ന് പറഞ്ഞു. ഇന്ദ്രന്റെ യാഗം മുടക്കി ഗോവർദ്ധന പൂജ കഴിച്ചതിൽ കോപിച്ച ഇന്ദ്രൻ അതിവർഷമുണ്ടാക്കിയ സമയത്ത് 7 ദിവസം ഗോവർദ്ധനം കൂടെയാക്കി പിടിച്ചു ആര്? ഈ പൊന്നുണ്ണിക്കണ്ണൻ. ഗോകുലത്തിന്റെ രക്ഷ ചെയ്ത് ശരണാഗതി അടഞ്ഞ ദേവേന്ദ്രനാൽ ഗോവിന്ദാഭിഷിക്തനായി ചെയ്യപ്പെട്ടു. അപ്പോഴൊരു പുതിയ പേരുണ്ടായത് ഗോവിന്ദൻ. ഗോവിന്ദ ഗോവിന്ദ എന്ന് എല്ലാവരും വിളിച്ചു. അങ്ങനെ ഗോവിന്ദനായി. ഗോവർദ്ധനോദ്ധാരണം കണ്ട് അത്ഭുതപ്പെട്ട ഗോപബന്ധുക്കൾ ആശ്ചര്യപ്പെട്ടു. പിന്നീട് ശ്രുതിരൂപകള്, മൈഥിലികള്, കോസലകള് തുടങ്ങി ഒരുപാട് ഗോപിയൂഥങ്ങളുമായി ഭഗവാൻ രാസലീലകളാടുകണ്ടായി. വാഹ്യവാഹക രൂപത്തിൽ കളിച്ച കൂട്ടത്തിൽ വന്ന പ്രലംബാസുരന്റെ കഴുത്തിൽ കയറിയ ബലരാമനെ അസുരൻ കൊണ്ട് ഓടിയപ്പോൾ അവന് മുഷ്ട്യാഘാതത്താൽ പ്രഹരിച്ചു ആര്? ബലഭദ്രസ്വാമി. ഇവന് ബലഭദ്രസ്വാമിയുടെ കഥയിലൊക്കെ കണ്ടു ദുഷ്ടനി. കലിതാൻ തന്നെ വന്ന് പിറന്ന ദുര്യോധനൻ. അങ്ങനെ ഒരിക്കലും ഈ വേനൽക്കാലത്ത് മുഞ്ചാടവിൽ കാട്ടുതീ പടർന്ന് പിടിച്ചപ്പോൾ ഗോപാൽമാർ ഭയപ്പെട്ട് ശരണം പ്രാപിച്ചു. ആ സമയത്ത് ആ കാട്ടുതീ പാനം ചെയ്തവരെ രക്ഷിച്ചു ആര്? ഈ പൊന്നുണ്ണിക്കണ്ണനാണ്, ഈ ബലഭദ്രസ്വാമി അല്ലാട്ടോ. ഒരിക്കൽ ഭാണ്ഡീരവനത്തിൽ യമുനാതീരത്തിൽ വന്ന യജ്ഞഭക്തിമാർ കൊണ്ടുവന്ന ഭക്ഷണം സുഖമായി കഴിച്ചു. വരുണൻ കൊണ്ടുപോയ നന്ദഗോപനെ വിടുവിച്ചു കൊണ്ടുവന്നു. കൂട്ടുകാർക്കെല്ലാം വൈകുണ്ഠലോകം കാണിച്ചു കൊടുത്തു. അംബികാവനത്തിൽ വെച്ച് നന്ദഗോപനെ ഗ്രസിച്ച സുദർശനൻ എന്ന സർപ്പത്തെ തരക്കാലുകൊണ്ട് സ്പർശിച്ച് മോക്ഷം നൽകി. ഒരിക്കൽ കള്ളനും പാലകനുമായി കളിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ വന്നുകൂടിയ വേമാസുരനെ പിടിച്ചു ചുഴറ്റി ഒരൊറ്റാട്ടി നിലത്ത്. കംസൻ അയച്ച വൃഷരൂപത്തിൽ വന്ന അരിഷ്ടാസുരനെ കൊമ്പുകൾ പിടിച്ച് നിലത്തടിച്ചിട്ട് കൊന്നു. അല്ല, നാരദ പ്രേരണയിൽ കംസനയച്ച കേശി എന്ന അസുരന്റെ വായിൽ കൈകടത്തി ദേഹം പിളർന്നു കൊന്നു. കൈ അങ്ങ് വായിലേക്ക് ഇട്ട് വിട്ടപ്പോ കുട്ടികളെല്ലാം ഇവൻ കേശി വിഴുങ്ങി. അപ്പൊ കൈ വായിലേക്ക് ഇട്ട് കൈ അങ്ങ് വലുതാക്കിയിട്ട് വായ കീറിച്ചൊന്ന് കൊന്നു. പിന്നീട് എന്ത് ചെയ്തു? ഇങ്ങനെ അനേക ലീലകൾ വ്രജത്തിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ദുര്യോധന. പിന്നീട് രാമകൃഷ്ണന്മാർ മധുരയിൽ വെച്ച് ചെയ്ത ലീലകൾ പറയാം. കംസൻ ചാപയാകത്തെന്ന വ്യാജേന രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ടുവരുവാൻ അക്രൂരനെ അമ്പാടിയിലേക്ക് അയച്ചുവിടവും. അക്രൂരനാണ് പരമഭക്തനും. ഒന്ന് ഭഗവാനെ കാണണം ആഗ്രഹിച്ചിട്ട് ഇതിനൊരു വഴി അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഈ ദുഷ്ടൻ തന്നെ വിളിച്ചിട്ട് പറയുന്നു, നീ അക്രൂര നാളെ കാലത്തൊന്ന് അമ്പാടിയിലേക്ക് പോകണം കേട്ടോ. അക്രൂരൻ തന്നെ നുള്ളി നോക്കി, ശരീരത്തില് വേദനിക്കുന്നുണ്ടോന്നു, ഇത് കളവാന്നോന്നു. അപ്പൊ പറഞ്ഞു, അല്ല മനസ്സിലായി, അല്ല എന്തിനെ വെച്ചാല് എനിക്ക് അവരെ കൊല്ലണം, അതിനു വേണ്ടിട്ടാണ്. അതൊന്നും നീ ആടെ പറയണ്ട, ഇത് ശൈവജാപത്തിന്റെ ഒരു ശാപപൂജ ഉണ്ടത് കാണാനാണ്, വലിയ ഉത്സവമാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് രാമകൃഷ്ണന്മാർ മധുരക്ക് പോകുന്നത് അറിഞ്ഞിട്ട് ഈ ഗോപസ്ത്രീകളൊക്കെ കരയാൻ തുടങ്ങി. അപ്പൊ അക്രൂരൻ പരമാവധി പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചു. അക്രൂരന് മൊത്തം എതൂരിക്കുവാൻ ശ്രീകൃഷ്ണനും ബലഭദ്രനും മാർഗമധ്യേ യമുനാജലത്തിൽ സ്വധാമം കാണിച്ചു കൊടുത്തു. രാവിലെ ഉപവനത്തിൽ വിശ്രമിച്ച് അപരാഹ്നത്തിൽ അവർ മധുരാപുരി നടന്ന് കണ്ടു. മനുഷ്യവേഷമെടുത്ത പുരാണ പുരുഷന്മാരാണ് രാമകൃഷ്ണന്മാരെന്നറിഞ്ഞ മധുരാവാസികൾ ഗൃഹജോലികളെല്ലാം പണി പിന്നെടുക്കാം, ഇവരെ ഇപ്പം കിട്ടും, ഇപ്പല്ലേ കാണാൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവരെ കാണാൻ എല്ലാരും പട്ടണത്തില്, അതായത് വീതിക്ക് അപ്പുറത്തും ഇപ്പുറത്തും 2 ഭാഗത്തും തടിച്ചുകൂടി ഇവരെ കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളെ അതിസുന്ദരന്മാരല്ലേ, നീലവസനങ്ങൾ ധരിച്ചിട്ടും നീലവർണ്ണത്തിലും ഒരാള് കൊളുത്തിട്ടും ഇങ്ങനെ 2 വർണ്ണത്തിലും ആണല്ലോ അവരുള്ളത്. അങ്ങനെ എല്ലാ ജോലിയൊക്കെ വെച്ചിട്ട് കാണാൻ വന്നു. ആ സൗന്ദര്യധാമങ്ങളെ ദർശിച്ച് തൃപ്തി അടഞ്ഞു ഇവർ 2 പേര്. കംസൻ കൊട്ടാരത്തിലേക്ക് വസ്ത്രങ്ങളുമായി പോയിരുന്ന കംസന്റെ കൊട്ടാരത്തിലേക്ക് വസ്ത്രങ്ങൾ പോകുന്നുണ്ടായിരുന്ന ഒരു രചകൻ. അത് ഈ ശ്രീരാമാവതാര കാലത്ത് സീതേനെ കുറിച്ചിട്ട് വേണ്ടാതെ വർത്തമാനം പറഞ്ഞ ആളാണോ ഇത്. അങ്ങനെ കുറെ വസ്ത്രങ്ങൾ ചോദിച്ചു, എന്നിട്ട് കൊടുത്തില്ല മാത്രല്ല ഇവരെ ഗോപന്മാർക്ക് ഇവിടെ രാജാവിന്റെ വസ്ത്രങ്ങൾ വേണോലും എന്തൊക്കെയോ പറഞ്ഞു. അന്നേരം എന്ത് ചെയ്തു, അവന്റെ തല ഇങ്ങനെ നുള്ളി എടുത്തിട്ട് പൂ പറിക്കുന്ന പോലെ പറിച്ചിട്ട് അങ്ങോട്ട് കളഞ്ഞു. അങ്ങനെ അവന് മോക്ഷം കൊടുത്തു. ഉടുപ്പുകൾ തുന്നി കൊടുത്ത തയ്യൽക്കാരനെ
ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ സാരൂപ്യം നൽകി അനുഗ്രഹിച്ചു. എന്നിട്ട് ഇവനെ കൊന്നിട്ട് എന്താക്കി, ഓൻ കൊണ്ടുവരുന്നുണ്ടായ ഡ്രസ്സെല്ലാം വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് അതെല്ലാം വലുതല്ലേ, ഇവർക്ക് പാകായതൊന്നും ഇല്ലായി. അപ്പൊ പറഞ്ഞതൊന്ന് തുന്നി ശരിയാക്കി തരാമോ, ഞങ്ങൾ അധികം വസ്ത്രങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അയ്യോ, അങ്ങേക്ക് അവിടത്തേക്ക് രണ്ടുപേർക്കും അല്ലാതെ ഞാൻ ആർക്കാ തുന്നണ്ടേ, എന്റെ ജന്മം സഫലമാവണ്ടേ എന്ന് പറഞ്ഞ് അദ്ദേഹം ശരിക്കും പാകാവുന്ന രീതിയിൽ തുന്നിക്കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് അനുഗ്രഹിച്ചു. വഴിക്ക് വെച്ചിട്ട് യുവതിയായ ഒരു കൂനി ഉണ്ടായിരുന്നു, കംസന്റെ കുറിക്കൂട്ടുകാരി. അതിങ്ങനെ കൂനി നടന്നുകൊണ്ട് ആരുടെ മുഖവും ആ സ്ത്രീക്ക് കാണാൻ പറ്റൂല, കൂനിയല്ലേ, ഇങ്ങനെ കുഞ്ഞു നടക്കുമ്പോ, ഹേ സുന്ദരി, ആരാണ് നീ, എവിടെയാ പോണൊക്കെ. സുന്ദരി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇതുവരെ ഒരാളും വിളിച്ചിട്ട് അതുപോലെ ഇവളെ മുഖം ആരും ഇതുവരെ കണ്ടിട്ട് കാണാൻ പറ്റൂലല്ലോ, കുഞ്ഞിട്ടല്ല, അത്രയും കൂനാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ അവള് വിളിച്ചു, ഹേ സുന്ദരാ, ഞാൻ കംസനെ കുറിക്കൂട്ട് കൊണ്ടുപോകുന്ന ദാസിയാണ്, എന്നെ ആരും ഇതുവരെ എന്നിങ്ങനെ വിളിച്ചിട്ടില്ല, എന്നെ അങ്ങനെ വിളിച്ചതുകൊണ്ട് ഞാൻ അങ്ങേയും സുന്ദരാന്ന് വിളിച്ചതാണ്, എന്റെ വീട്ടിലേക്ക് വരണം, എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു. വരാട്ടോ, കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് തൽക്കാലം അവളെ അനുഗ്രഹിച്ചു. അന്നേരം പറഞ്ഞു, കാലിന്റെ പാദത്തിൽ ഭഗവാന്റെ പാദം വെച്ചിട്ട് താടിക്കൊരു കൈ കൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ട് മേലോട്ടൊരു വലിക്കലാണ്, ടക്കെന്ന് 3 ശബ്ദം കേട്ടു എന്നാ പറയുന്നത്. അതിനോട് ആ 3 ത്രിവക്ത്ര എന്നാ പറയുന്നത്, 3 വളവുണ്ടായിരുന്നു. ആ 3 വളവും ടക്ക് പൊട്ടി. അത് സുന്ദരിയാവുകയും ചെയ്തു. ഭഗവാൻ ഒന്ന് തൊട്ടില്ലേ, അവളെ സന്തോഷത്തോടെ കൊടുത്ത കുറിക്കൂട്ടൊക്കെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്ക്, നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തിൽ ഞാൻ തന്നെ കുറിക്കൂട്ട് അണിച്ചു തരാറിന് അത് കൊടുത്തു. വൈശ്യപ്രഭുക്കളുമായി സംഭാഷണം ചെയ്തു. അങ്ങനെ മധുരയിലെ കുട്ടികൾ കാണിച്ചു കൊടുത്ത ജാപശാലയിലേക്ക് പോയി. പരശുരാമദത്തവും ലക്ഷം ഭാരം ഘനമുള്ളതുമായ വൈഷ്ണവ ജാപം എടുത്ത് കൗതുകത്തോടെ ഞാൻ കെട്ടി. തൊടല്ല എന്ന് പറയുമ്പോഴത്തേക്ക് തൊട്ട് കഴിഞ്ഞു, എടുക്കലേ എന്ന് പറയുമ്പോഴത്തേക്ക് എടുക്കൽ കഴിഞ്ഞു, ഞാൻ കട്ടല് കഴിഞ്ഞു, പൊട്ടിക്കല് കഴിഞ്ഞു. ശ്രീരാമചന്ദ്രൻ അങ്ങനെയല്ല, വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ, ഇങ്ങനെ ഓരോന്നും ചോദിച്ചിട്ട്. ഇതങ്ങനെ ഒന്നല്ല, അത്ര ക്ഷമയൊന്നും അവിടത്തേക്കില്ല. എല്ലാവരും കാണുക, ആന എങ്ങനെയാന്നൊരു കരിമ്പിന്റെ തണ്ട് പൊട്ടിക്കുക, അത് മാതിരി പൊട്ടിച്ചിട്ട് ചെവി വരെ വലിച്ചത് കളിയായിട്ട് നടുക്കെ മുറിച്ചു. ഒന്ന് ആട്ടിന് കൊടുത്തു, ഒന്ന് താനും കയ്യിൽ പിടിച്ചു. ആയുധമായില്ലേ. കംസൻ പേടിച്ചു. കംസന്റെ കൊടിമരമൊക്കെ പൊട്ടി പൊളിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു, ഒന്ന് നടുവെ മുറിഞ്ഞു വീണു. പിന്നീട് മല്ലരംഗത്തേക്കുള്ള ദ്വാരത്തിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കുവലയാപീഠത്തിന്. കംസന് സ്ത്രീധനം കിട്ടിയതാണ് കുവലയാപീഠം, ജരാസന്ധം കൊടുത്തത്. അതിനെ കുറേ അതുമായിട്ട് ഇങ്ങനെ കളിച്ച്, പൂച്ച എല്ലിനെ കളിപ്പിക്കും പോലെ കളിപ്പിച്ച് അത് ഞങ്ങൾ കൊന്നു. അതിന്റെ കൊമ്പ് പറിക്കുമ്പോ കൊമ്പിന്റെ ഉള്ളിൽ നിന്ന് കുറേ മണികള് രത്നങ്ങൾ വീണിട്ടുണ്ടായിരുന്നു. അപ്പം പറക്കി എടുത്തിട്ട് പറഞ്ഞു, ഭഗവാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് രാധക്കൊരു മാലയാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ കാണികൾ കണ്ട് ചാണൂരൻ മുഷ്ടികനെ യുദ്ധം ചെയ്ത് രാമകൃഷ്ണൻ അവരെയും തോൽപ്പിച്ചു. ചാണൂരാദികൾ സഹോദരന്മാരെ ഓരോരുത്തരെയായി വധിച്ചു. പിന്നീട് രാജമഞ്ചത്തിലിരുന്ന് സംഭീതനായിക്കൊണ്ട് പുലമ്പൊന്ന കംസനെ കൊല്ലാനായി ഭഗവാൻ മഞ്ചത്തിലേക്ക് കുതിച്ചു ചാടി. അത് നാളെ ആവാം. അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ കൃപാസനം